അക്ഷരത്തിൻ്റെ അറിവിൻ്റെ വില പറഞ്ഞു തന്ന അധ്യാപകരെ ഭയങ്കര ഭയഭക്തി ബഹുമാനത്തോടെ കാണുന്ന ഒരാളാണ് ഞാൻ. എന്നും അങ്ങനെ തന്നെ ആയിരിക്കും. അതിൽ നിന്ന് എനിക്ക് മാറാൻ കഴിയും എന്ന് തോന്നുന്നില്ല. ഇബ്രാഹിം സാറൊക്കെ ഇപ്പോഴും കാണുമ്പോൾ നമ്മുടെ തോളിൽ തൂങ്ങും. അന്ന് വടിയെടുത്ത് വിറപ്പിച്ച ഇബ്രാഹിം സാറാണോ ഈ ഇബ്രാഹിം സാർ എന്ന് ആ സമയത്ത് ഓർക്കാറുണ്ട്. നമ്മുടെ തോളിൽ ഇങ്ങനെ തൂങ്ങി ലോക്യം പറയും. അപ്പോൾ CP സാറും സത്താർ സാറും എന്നെ നേരിട്ട് പഠിപ്പിച്ചതല്ലെങ്കിലും അവരുടെ ഡിപ്പാർട്ട്മെന്റ് വേറെ ആയിരുന്നുകൊണ്ട് ഞാൻ കോമേഴ്സ് ആയിരുന്നു. പക്ഷെ അവരെ കോളേജിൽ നിന്ന് കാണുമ്പോൾ അന്ന് കൊടുത്തിരുന്ന അത്ര തന്നെ ബഹുമാനവും, ഭയം എന്ന് പറഞ്ഞുകൂടാ, ഭയമില്ലല്ലോ നമുക്ക്, ഭയമല്ല, ബഹുമാനത്തിൽ നിന്ന് വരുന്നൊരു ഭയമുണ്ട്. അത് നിങ്ങൾക്കും വേണം എന്നാണ് ആദ്യമായിട്ട് പറയുന്നത്. ഇപ്പൊ ഇവിടെ അവസാനം പാടി വെച്ച പാട്ട് പടപ്പ് പടപ്പോട് പിരിശത്തിൽ നിന്നോളി പടച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി, അന്യോന്യം പോരാടി നിൽക്കേണ്ട, പൊന്നാലെ ക്ഷേത്രങ്ങൾ പള്ളികൾ തീർക്കേണ്ട. വലിയ മെസ്സേജാണ് PTKയുടെ അല്ലേ. അമ്പലവും പുണ്യ മസ്ജിദുമെല്ലാം അൻപിന്റെ കാഹളം ഓതുകയല്ല അല്ലേ. അൻപെന്ന് പറഞ്ഞ സ്നേഹം, ലവ്, അഫെക്ഷൻ. അപ്പോ ശംഖ വിളിച്ച് നാം ബാങ്ക് വിളിച്ച്. ഇപ്പൊ ഈ റംസാൻ മാസത്തിൽ നമ്മൾ ഈ സെമിനാറുമായിട്ട് കൂടിയിരിക്കുമ്പോൾ ഈ പാട്ടിലെ മെസ്സേജും പാളയം ഇമാമ പറഞ്ഞ മെസ്സേജും ഒന്ന് ചേർത്ത് വെച്ച് നോക്കൂ അല്ലേ. പൊങ്കാല നടക്കുമ്പോൾ റംസാൻ ആയിക്കോട്ടെ, ചൂട് കാലം, വിശപ്പും ദാഹവും സഹിക്കാൻ പറ്റാത്ത റംസാൻ പോലെ തന്നെ ഒരു അനുഷ്ഠാനമായ പൊങ്കാല നടക്കുമ്പോൾ എല്ലാ പള്ളികളും തുറന്നിടണം, ജനലുകളും വാതിലുകളും തുറന്നിടണം. എല്ലാ പള്ളികളിലും ഭക്ഷണവും വെള്ളവും ഒരുക്കണമെന്നാണ് പാളയം ഇമാമ പറഞ്ഞത്. ഈ റംസാൻ മാസത്തിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന മെസ്സേജ് അതാണ് അല്ലേ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഈ റംസാൻ മാസത്തിൽ നമ്മൾ കേൾക്കുന്ന പല മെസ്സേജുകളിൽ ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന ഏറ്റവും വലിയ മെസ്സേജ് പാളയം ഇമാമിന്റെ മെസ്സേജാണ്. പണ്ട് ഒരു റംസാൻ ഒരുങ്ങുകയാണെങ്കിൽ ഒരു ഉസ്താദോ ഒരു ഖത്തീബോ മെസ്സേജ് പറയുകയാണെങ്കിൽ നമ്മളോട് എന്താ പറയുക? അതല്ല നമ്മുടെ വിഷയം, ഞാൻ അതിലേക്കല്ല പോകുന്നത്. ഇങ്ങനെ വേണം ലോകം. പണ്ടെന്താ പറയുക നമ്മളോട്? തലയിൽ വെള്ളം ഒഴിക്കുമ്പോൾ ചെവിയിലൂടെ മക്കളെ വെള്ളം ഇറങ്ങരുത്, അറിയാതെ മൂക്കിലൂടെ ഒരു തുള്ളി വെള്ളം ഇറങ്ങിപ്പോകരുത്, ഉമിനീരിറങ്ങരുത് അല്ലേ. ഇതൊക്കെയായിരുന്നു പണ്ട് നമ്മളെ പഠിപ്പിച്ചത്. എന്ത് തെറ്റായ പഠനമായിരുന്നു അത് അല്ലേ. ഉമിനീരിറങ്ങാതെ ഒരു മനുഷ്യനെ ജീവിക്കാൻ. ഞാനിപ്പോ ഇവിടെ ഇരുന്നിട്ട് കുറെ നേരം എനിക്ക് നല്ല ജലദോഷമുണ്ട് ഈ ദിവസങ്ങളിൽ. ഇപ്പൊ അത് സംസാരത്തെയും പാട്ടിനൊന്നും ബാധിക്കില്ല എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാനിങ്ങനെ പ്രയാസപ്പെടുമ്പോ എന്റെ തൊണ്ടയിൽ വന്ന് നിൽക്കുന്ന ഒരു കഫം ഞാൻ എന്ത് ചെയ്യും? പുറത്തേക്ക് കിട്ടിയില്ലെങ്കിൽ വാട്ട് ഐ ക്യാൻ ഡു? അത് സോളോ ചെയ്യല്ലാതെ എനിക്കൊരു മാർഗവുമില്ല. എനിക്കല്ല, ആർക്കും ഒരു കണിക അല്ലേ. അപ്പൊ അതുകൊണ്ടൊന്നും നോമ്പ് കുറയില്ല. സൂക്ഷിക്കേണ്ടത് നാവിനെ സൂക്ഷിക്കണം. ഭക്ഷണം കഴിക്കാനല്ല നാവ്. വായു നാവൊന്നും ഭക്ഷണം കഴിക്കാൻ മാത്രമല്ല, നാവ് കൊണ്ട് ഒരുപാട് ഉപകാരമുണ്ട്, അതിലേറെ ഉപദ്രവമുണ്ട്. നാവിനെ വളരെയധികം സൂക്ഷിക്കുക. പിന്നെ ഒരു മാസം പറയുന്ന ഈ ഒരു മാസം അനുവർത്തിക്കാനല്ല ഈ പറയുന്നത്, ഈ ഒരു മാസം കഴിഞ്ഞാലും അത് തുടരാനാണ്. അങ്ങനെയുള്ള ഒരുപാട് പുണ്യപ്പെട്ട കാര്യങ്ങളാണ് ഒരു മതം പറയുന്നത്. അപ്പോൾ എല്ലാ മതങ്ങൾക്കും റംസാനുണ്ട്, നോമ്പ്, എല്ലാ മതങ്ങൾക്കും വ്രതാനുഷ്ഠാനമുണ്ട് ഇല്ലേ. അവരൊക്കെ അനുഷ്ഠിക്കുന്ന കാര്യങ്ങളുണ്ട്. ഞാൻ ആ വിഷയത്തിൽ നിന്ന് മാറുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ സൂക്ഷിക്കുക. വെറുതെ ഇരിക്കുന്ന സമയത്ത് അടുത്ത ആളെ ഒന്ന് തോണ്ടിയിട്ട് അറിഞ്ഞില്ലേ മറ്റേ കാര്യം, ഈ സ്വഭാവം മാറ്റുക. ഇത് വേണ്ട, ഇത് ജീവിതത്തിൽ ഒരു കാര്യമില്ല. അതുകൊണ്ട് വെറുതെയെങ്കിലും ഒരു സമയം കൊല്ലാൻ വേണ്ടി ഒരു വിഷയത്തെ കണ്ടെത്തുക. എന്നിട്ട് ഏതെങ്കിലും ഒരു കുട്ടിയുടെ, നിങ്ങൾ ചെറിയ പ്രായമാണ്, നിങ്ങൾ ഞങ്ങളെ പോലെയൊന്നും ഇത്തരം വലിയ വിഷയങ്ങളിൽ ഇടപെടുന്നവരല്ല. നിങ്ങൾക്ക് പഠിക്കുക, സ്കൂളിന്റെ ആവശ്യം, കോളേജിന്റെ ആവശ്യങ്ങൾ വീട്ടുകാരോട് പറയുക, അതിന് പൈസ തന്നില്ലെങ്കിൽ വീട്ടുകാരോട് പിണങ്ങുക, ഇന്ന് ഞാൻ പോകുന്നില്ല എന്ന് പറയുക. ഇതൊക്കെയാണ് നിങ്ങളുടെ ഒരു പ്രായം എന്ന് പറയുന്നത് അല്ലേ. ഇതും പാടില്ല കേട്ടോ. വീട്ടുകാർ പ്രയാസം പറഞ്ഞാൽ നാളെ ആവാം, മറ്റന്നാളാവാം എന്ന് പറഞ്ഞ് അതിനെ എത്തിക്കാനുള്ള ഒരു മനോഭാവം നിങ്ങളിൽ ഉണ്ടാകണം. അത് വളർത്തിയെടുക്കണം. ഞാൻ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ വിഷയം കലാരൂപങ്ങളുടെ സങ്കലനം മലബാർ സംസ്കാരത്തിൽ. അപ്പോൾ എന്തും പറയാം, കലകളെ ചേർത്ത് എത്ര വേണമെങ്കിലും പറയാം. മാപ്പിളപ്പാട്ടിൽ ഒതുക്കിക്കൊണ്ട് പറയാം, മാപ്പിളപ്പാട്ടിന്റെ പുറത്ത് പറയാം, അതിനെ ചേർത്ത് പറയാം. ഇതൊക്കെ തന്നെയാണ് വലിയ മെസ്സേജ്. ഇവിടെ സത്താർ സാർ സംസാരിച്ചപ്പോഴും